ഒരു ഷോയിലായിരുന്നു ഇവിടെ ഫോറം മാളിൽ. പെട്ടെന്ന് ആ ഷോയിലിരുന്നപ്പോഴാണ് എനിക്ക് ഒരു ഫോൺ കോൾ വന്നത്. ഇങ്ങനെ എനിക്കത് ഓർക്കാൻ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമുണ്ട്. കാരണം അത്രത്തോളം ഞാൻ സ്നേഹിക്കുന്നു അമ്മയെ. സാധാരണ രീതിയിൽ അമ്മ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ അമ്മയല്ലേ ഓർമ്മ വരുന്നത്. അതുപോലെ സംഗീതം ഓർത്തു കഴിഞ്ഞാൽ അമ്മ, ജാനകി അമ്മ ഒരു സംഗീതത്തിൻ്റെ രാജ്ഞിയാണ് എല്ലാ ഭാഷയിലും, മലയാളത്തിൽ പ്രത്യേകിച്ചും. കാരണം നമ്മൾ മലയാളികളായതുകൊണ്ട് അമ്മയുടെ ആ അക്ഷരസ്ഫുടത അത് ശരിക്കും ഇന്നത്തെ പുതിയ തലമുറ കേട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവർ പാടുന്ന ഡൈനാമിക്സ്, ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. രാജാ സാറിനൊക്കെ ആദ്യമായിട്ട് പാടിയ ഇന്നക്കിളി എന്നൊക്കെയുള്ള പാട്ട്, അതൊക്കെ ഏത് ഭാഷയിലാണെങ്കിലും അമ്മ പാടിയ പാട്ടുകളൊക്കെ, എല്ലാ പാട്ടുകളും നമുക്കൊരു പാഠപുസ്തകമാണ്. കാരണം ഞാൻ എപ്പോഴും ഈ റിയാലിറ്റി ഷോയിൽ ഒരു 3 ദിവസം മുമ്പ് വരെ കൈക്കുടന്ന നിറയെ തിരുമധുരം തരും, അത് ദാസേട്ടൻ വേറൊരു ലെജൻഡ്, അത് ജാനകി അമ്മയും കൂടെ പാടുമ്പോൾ സത്യം പറഞ്ഞ് ഇത് കേൾക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് എൻ്റെ ശരീരത്തിൽ കുളിര് കൊള്ളുകയാണ്. കാരണം ആ ശബ്ദം വരുമ്പോൾ ആ ശബ്ദത്തിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഇന്ത്യയിൽ തന്നെ ഒരു ശബ്ദം വന്നിട്ടില്ല. ഓഫ് കോഴ്സ് നമുക്ക് ഒരുപാട് പേരുണ്ട് ഹിന്ദിയിൽ. ഇപ്പം നമുക്ക് ഇവിടെ പറഞ്ഞു പോയ ആശാജി എല്ലാം ഉണ്ട്, ആശ എല്ലാവരും ഉണ്ട്. എങ്കിലും നമുക്ക് കൂടുതൽ പ്രിയം മലയാളം പാട്ടുകളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ച ഒരു അതിമനോഹരമായിട്ടുള്ള ശബ്ദം. ആ ശബ്ദം മാത്രമല്ല, അതിൻ്റെ മോഡുലേഷൻ, അതിൻ്റെ വികാരം, അതിൻ്റെ അക്ഷരസ്ഫുടത, പിന്നെ ബാക്കി എന്ത് നോക്കിക്കഴിഞ്ഞാലും ആ അമ്മയുടെ വിനയം, ആ അമ്മയുടെ എന്താണ് എല്ലാവരോടുമുള്ള ഒരു, നമ്മളോടൊപ്പം ഇപ്പോൾ എന്നെ കാണുമ്പോൾ ഉടനെ ചോദിക്കും MG രാധാകൃഷ്ണൻ സാറിന് സുഖമാണോ എന്ന് കാണുമ്പോൾ ചോദിക്കുമായിരുന്നു. അതിനുശേഷം എനിക്ക് അമ്മയുടെ കൂടെ 2-3 പടങ്ങൾ പാടാനുള്ള ഒരു ഭാഗ്യം കിട്ടി. മാത്രമല്ല ഒരു വേദിയിൽ ഞാൻ അമ്മയുടെ അടുത്ത് അങ്ങോട്ട് ചോദിച്ചു. കാരണം ദാസേട്ടനും അമ്മയായിട്ട് പാടിയ പാട്ടുണ്ടല്ലോ, അകലെ അകലെ നീലാകാശം, അത് 2 വരി എൻ്റെ കൂടെ ഒന്ന് പാടാമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് അത് പാടാനുള്ളൊരു ഭാഗ്യമുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിലെ ട്രഷർ, അതായത് ഒരു വലിയൊരു ഭാഗ്യം, ഒരു നിധിയായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഒരിക്കലും അമ്മ നമ്മളെ വിട്ടുപോകില്ല, ഒരിക്കലും നമുക്ക് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരിക്കലും ഒരു സംഗീതജ്ഞൻ എന്നുള്ള രീതിയിൽ എൻ്റെ ശ്വാസം പോകുന്നവരെ അമ്മ എൻ്റെ നെഞ്ചിൽ ഉണ്ട്. കാരണം വേറൊന്നുമല്ല, അമ്മ പാടിയിരിക്കുന്ന പാട്ടുകൾ, ആ പാട്ടുകൾ ഒരിക്കലും ഒരാൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, അത് സംശയമില്ല. കാരണം നമുക്കതിനെ ഫോളോ ചെയ്യാം. അത് ഫോളോ ചെയ്തിട്ട് എങ്ങനെയാണ് അമ്മ പാടിയിരിക്കുന്നതെന്ന് കേട്ട് പഠിക്കാം. പുതിയ തലമുറയ്ക്ക് പഠിക്കാനൊരു പാഠപുസ്തകമായിട്ട് അമ്മയുടെ ആലാപനം, അത് ഓരോ വരിയിലും അമ്മ കൊടുത്തിരിക്കുന്ന വികാരം എന്താണ്, ആ അക്ഷരങ്ങൾക്കനുസരിച്ച്. അമ്മ ഷീസ് ഫ്രം ആന്ധ്ര, അപ്പോൾ എന്നിട്ട് പോലും മലയാളം അത്ര അക്ഷരസ്ഫുടതയോട് പാടിയിരിക്കുന്ന, നമ്മൾ എന്ത് പറയാനാണ്, പോയി എല്ലാവരും പോവും ഒരു ദിവസം, പക്ഷെ അമ്മ പോയി എന്ന് പറയുമ്പോഴത്തേക്ക് ജാനകി അമ്മയുടെ അടുത്ത് പരിചയം എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പലപ്പോഴും വിളിക്കാറുണ്ട്. ഈയിടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. കാരണം കൊച്ചുമക്കളുമായിട്ടിരുന്നിട്ട് കളിക്കുന്നതും ഒരു കുട്ടിയെ പോലെ കളിക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്കൊരു സന്തോഷമാണ്. പക്ഷെ പെട്ടെന്ന് ഞാൻ ഈ ഷോയുടെ ഇടയിൽ നിന്നപ്പോഴത്തേക്ക്, ഇത് കേട്ടപ്പോഴത്തേക്ക് എൻ്റെ ബാക്കി ഞാനൊന്നും, സത്യം പറഞ്ഞാൽ പലരും ഒരുപാട് പേര് വിളിച്ചെങ്കിൽ എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. കാരണം അത്രയ്ക്ക് ഞാൻ ഡൗണായിപ്പോയി എന്നാണ് സത്യത്തിൽ ഞാൻ പറയുന്നത്. അമ്മയുടെ ആത്മാവിന് നിത്യശാന്തിയായിരുന്നു. കാരണം വീണ്ടും ഞാൻ വയലാർ സാർ എഴുതിയ ആ വരി ഞാൻ ഓർത്തു പോകണം. ഈ മനോഹര തീരത്ത് വരുമോ, അമ്മയ്ക്ക് ഇനിയൊരു ജന്മം കൂടി ഈ മനോഹര തീരത്ത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.